ഈ 12 മണി കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ആദ്യം എടുത്ത് ചാടി, ഈ അർച്ചന എന്ന് പറഞ്ഞ കുട്ടി എടുത്ത് ചാടിയത്. അപ്പോൾ ആ കുട്ടി എടുത്ത് ചാടിയതിന് ശേഷം ബഹളം കേട്ടൊക്കെയാണ് ഞങ്ങൾ ഇറങ്ങി വരുന്നത്. അപ്പോഴത്തേക്ക് ഫയർഫോഴ്സിനെ വിളിച്ചിരുന്നു. ഒരു ദിവസം റോപ്പ് കെട്ടി ഈ കിണറിൻ്റെ റിങ്ങിൻ്റെ മുകളിൽ ഈ പാലമുണ്ടല്ലോ, അതായത് പൈപ്പിനകത്ത് കെട്ടിയിട്ടാണ് അയാൾ ഇറങ്ങി ഈ അർച്ചന എന്ന് പറയുന്ന കുട്ടിക്ക് അത്ര ജീവനുണ്ട്, കയ്യോ കാലോ കുടിച്ചിട്ടേ ഉള്ളൂ. അത് കരച്ചിലൊക്കെ നമ്മൾക്ക് കേൾക്കാൻ വരും. അപ്പോൾ അതിന് വലയ്ക്കകത്താക്കി മേളിലോട്ട് കയറ്റി പിടിച്ച് ഞങ്ങളെല്ലാം അവിടെ പിടിച്ച് കയറ്റുമായിരുന്നു. അപ്പോഴാണ് ഈ ശിവകൃഷ്ണൻ എന്ന് പറയുന്ന കൂടെ മരിച്ചില്ലേ, അദ്ദേഹം സൈഡിൽ നിന്ന് ടോർച്ച് തെളിച്ച് കൊടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് മാറി നിൽക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ കിണറിൻ്റെ റിങ്ങും തൂണും എല്ലാം കൂടെ ഒന്നിച്ച് ഇടിഞ്ഞപ്പം ഈ സൈഡിൽ നിന്ന് ഈ ശിവകൃഷ്ണയും കൂടെ ഉള്ളിൽ പോയി. അപ്പോൾ 3 പേര് അതിനകത്ത് അകപ്പെട്ടു. ഇന്നലെ ഇതോണം തപ്പി നടക്കുന്ന സൗണ്ടുമൊക്കെ കേട്ട് അപ്പോൾ എന്തോ ഒരു പന്തികേട് പോലെ തോന്നി. അങ്ങനെ 10-11 ആയെന്ന് തോന്നി. ഞാൻ അന്നേരം നോക്കി ഇത്. അപ്പോഴാണ് ഇതോണം മെമ്പറെ വിളിക്കുകയൊക്കെ ചെയ്ത്. പിന്നെ ഇതോണം ഞങ്ങൾ അപ്പോൾ ഇവർ ഫയർഫോഴ്സൊക്കെ വന്ന്, ഫയർഫോഴ്സ് എന്നെങ്കിൽ 5-6 പേരേ ഉള്ളായിരുന്നു. അപ്പോൾ അവരെ എല്ലാം കൂടെ ഒരാളകത്ത് ഇറങ്ങി. അന്നേരം ആ കിണറിൻ്റെ അവിടെ എല്ലാം ഇടിഞ്ഞങ്ങനെ പോകുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളവിടെ നിന്ന് കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴത്തേനും ഞാൻ വിളിച്ചൂവിയൊക്കെ ചെയ്ത്. തലേന്ന് നിർത്താതുള്ള മഴയുണ്ടായിരുന്നു. പക്ഷെ വരുന്നവർക്ക് അറിയത്തില്ലല്ലോ ഇതിങ്ങനെ ഇരിക്കുവാന്നൊന്നും, ഒരാൾ പറയാനും ഇല്ലല്ലോ. താമസമായിട്ടുണ്ട് 3 വർഷമായി. അതുകൊണ്ട് അന്നേരം ഇതിലെ ഞങ്ങളുടെ വീട് ഇച്ചിരി അപ്പുറത്താണ്. അതിൽ പോകുന്നതും വരുന്നതും ഒക്കെ കാണുന്നതേ ഉള്ളൂ. എല്ലാം കുറച്ച് നാൾ ഇവിടെ ഇല്ലായിരുന്നു. ഹോം നേഴ്സായിട്ട് എവിടെയോ ജോലിക്ക് പോയിരുന്നു. അർച്ചന ബാക്കിലൊരു ഷെഡ് വെച്ചാൽ അവരിവിടെ താമസം തുടങ്ങിയത്. പിന്നെ ഈ പഞ്ചായത്തിൻ്റെ വീടൊക്കെ കിട്ടിയത്. പിന്നെ വീടൊക്കെ വെച്ചിട്ട് ഇപ്പോൾ അവർ താമസമായിട്ട് അതിന് വേണ്ടി നാളായില്ല. ഇന്നലെ ഉച്ചയ്ക്കും ഇങ്ങോട്ട് കയറി പോരുന്നത് ഞാൻ കണ്ടു. വേറെ ഒരു പെണ്ണും ഉണ്ടായിരുന്നു. ആ ഒരു പെങ്കൊച്ചെന്ന് പറഞ്ഞാൽ അത് സംസാരിക്കുന്നതൊന്നും മലയാളമല്ല. വീട്ടിൽ നിന്നാണ് ജോലിക്ക് വന്നത്. ഒരു ദിവസം മുമ്പേ. ഇന്ന് തിരിച്ച് വരേണ്ട ദിവസമാണ്. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നൈറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വരേണ്ട ദിവസമാണ്. വരേണ്ട സമയമാണ്. അപ്പോൾ ഇന്ന് ഭാര്യ അവിടെ വെയിറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ അവർ 5-നാണ് ഭാര്യയുടെ വീട്. അപ്പോൾ വരില്ലെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടാക്കിയിട്ടാണ് ജോലിക്ക് പോകുന്നത്. ഇന്നലെ ഇപ്പോൾ വരുമെന്ന് പ്രതീക്ഷിച്ച് ഭാര്യ വീട്ടിലുണ്ട്. സോണി സാറിൻ്റെ കുടുംബമൊക്കെ? കുടുംബം ഒരു ഭാര്യ, ഒരു കുട്ടി, ഒരു പെൺകുട്ടി, 3 വയസ്സാണ്. എത്ര നാളായി സർവീസിൽ കയറിയിട്ട്? 8 വർഷത്തോളം. സമയം ഏകദേശം ഒരു 1:30 ഈ സംഭവം ഉണ്ടാകുന്നത്. കൊട്ടാരക്കര സ്റ്റേഷനിലൊരു സ്ത്രീ കിണറ്റിൽ വീണ ഒരു മെസ്സേജ് കിട്ടിയിരുന്നു. അങ്ങനെ അവർ വന്ന് റെസ്ക്യൂ ചെയ്യുന്നതിനിടയ്ക്കാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ആ റെസ്ക്യൂ നടത്തിയിട്ട് ആ സ്ത്രീയും രക്ഷപ്പെടുത്തിയ സോണിക് എന്നൊരു ഫയർമാനും കൂടി ഈ നെറ്റിൽ വരുന്ന വഴിക്ക് കിണറ്റിൻ്റെ പാലവും അതുപോലെ ബാരിയേഴ്സും കൂടി ഇടിഞ്ഞ് വീണ് 2 പേരും കൂടി അതോടൊപ്പം തന്നെ ആ കിണറ്റിൻ്റെ മുകളിൽ നിന്ന് ഒരാളും കൂടി ഇതിലകപ്പെടുകയായിരുന്നു. അതിനുശേഷം നമ്മുടെ ടീം ആദ്യം നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആൾ മരണപ്പെട്ടതായി അറിയാൻ കഴിയും.